അഭിമന്യു. പാണ്ഡവരിൽ മൂന്നാമനായ അർജുനന് ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച പുത്രനാണ് അഭിമന്യു. ചന്ദ്രദേവന്റെ അംശാവതാരമാണ് അഭിമന്യു. മഹാഭാരതത്തിലെ ഒരു വീരനായകനാണ് ഇദ്ദേഹം. ഗർഭസ്ഥ ശിശുവായിരിക്കെ മഹാഭാരതത്തിലെ പ്രമുഖ സ്ഥാനം കരസ്ഥമാക്കിയ കഥാപാത്രമാണ് അഭിമന്യു. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ മകരവ്യൂഹം, കൂർമ്മവ്യൂഹം, സർപ്പവ്യൂഹം, ചക്രവ്യൂഹം തുടങ്ങി വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ സുഭദ്രയുടെ സാന്നിധ്യത്തിൽ അർജുനന് വിശദീകരിക്കുകയുണ്ടായി. വ്യൂഹങ്ങളിൽ പ്രധാനപ്പെട്ട ചക്രവ്യൂഹത്തിൽ കടക്കുന്നത് എങ്ങനെയെന്ന കാര്യം വിവരിച്ചു കഴിഞ്ഞപ്പോൾ സുഭദ്ര നിദ്രയിലേക്ക് പോയി. അത് കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വിവരണം നിർത്തി. സുഭദ്ര ഗർഭിണിയായിരുന്ന സമയമാണ് ഈ സംഭാഷണം നടന്നത്. ഗർഭസ്ഥ ശിശുവായ അഭിമന്യു ഈ വിവരണം കേൾക്കുകയും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ വിദ്യകളെല്ലാം സസൂക്ഷ്മം ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. വിവരണം പാതിയിൽ നിർത്തിയതിനാൽ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള മാർഗം മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അതിനാൽ തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിദ്യ മനസ്സിലാക്കാത്തത് മഹാഭാരത യുദ്ധത്തിൽ ഇദ്ദേഹത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. വിരാട് മഹാരാജാവിന്റെ പുത്രി ഉത്തരയെയാണ് അഭിമന്യു വിവാഹം ചെയ്തത്. പരീക്ഷിത്താണ് അദ്ദേഹത്തിന്റെ പുത്രൻ. മഹാഭാരതത്തിന്റെ 13-ാം നാൾ ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കടന്ന അഭിമന്യു ഒറ്റയ്ക്കാണ് കൗരവപ്പടയോട് യുദ്ധം ചെയ്തത്. ദുര്യോധനപുത്രൻ ലക്ഷ്മണൻ തുടങ്ങി ഒട്ടനവധി വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിന്റെ മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്നു. യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കൗരവർ അഭിമന്യുവിനോടെതിരിട്ടു. ദ്രോണരുടെ നിർദ്ദേശപ്രകാരം കർണൻ അഭിമന്യുവിന്റെ വില്ല് തകർത്തു. ദുശാസനപുത്രനുമായി നേരിട്ടെതിരിടുകയായിരുന്ന അഭിമന്യുവിനെ കൗരവർ ഒന്നടങ്കം എതിരിടുകയും വാളും തേർച്ചക്രവും തകർക്കുകയും ചെയ്തു. നിരായുധനായ അഭിമന്യുവിന്റെ ശിരസ് ദുശാസനപുത്രൻ ഗദ കൊണ്ട് അടിച്ചു തകർത്തു. മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതി കാറ്റിൽ പറന്നത് അഭിമന്യുവിന്റെ മരണത്തോടെയാണ്. പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ മടിച്ചുനിന്ന അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു. ദുര്യോധനനെ വധിക്കാൻ ഭീമന് ഉപദേശം നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ.